നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സപ്പോർട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും സമരമുറ ഉണ്ടോന്നോ? തൊഴിൽ ദിനങ്ങൾ കുറവാണ്, വളരെ കുറവാണ് സാറേ. എത്ര ദിവസം കിട്ടുന്നുണ്ട്? 13 ദിവസം കിട്ടുള്ളൂ. വർഷത്തിൽ 4 പ്രാവശ്യമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഈ അത് അടച്ചത് കൊണ്ട് 2 പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. ഇത് ശമ്പളം എത്ര കിട്ടുന്നുണ്ട്? ഇപ്പൊ 630 രൂപയാണ്. 630 രൂപയാണ് കിട്ടണത്. എത്രയാണ് അവർ പറയുന്നത്? 950 അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ അറിവിൽ അങ്ങനെയാണ്. ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല, എന്നേ വരെ കിട്ടിയിട്ടില്ല. പിന്നെ അരിയർ ഉണ്ട് സാർ, അരിയർ ഇതേവരെ തന്നിട്ടില്ല. അതൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങളും കൂടെ ഒക്കെ ചേർന്ന് ഇവിടെ പണി നടക്കും എന്ന് ഉറപ്പ് വരുത്തണം. ഞങ്ങളുടെ ഭാഗത്ത് നല്ല സഹകരണമുണ്ട് സാർ. ഈ വർക്കിനെ വെച്ച് കഴിയുന്ന പോലെ ഇല്ലെങ്കിൽ പണിയാൻ വരുന്ന എഞ്ചിനീയർമാരടക്കം അവരുടെ അടുത്ത് ഈ ULCC എടുത്ത് പറ, ഇവരെയൊക്കെ ഒന്ന് അബ്സോർവ് ചെയ്യാൻ. മാഡത്തിന് കണ്ടാൽ മതി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മലമ്പുഴ ഉദ്യാനത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ഇന്ന് അതിരാവിലെ തന്നെ ഉദ്യാനത്തിലെത്തി. ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും തൊഴിലാളികളുമായി ചർച്ച നടത്തി. ഡിസംബർ 31-നകം പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നും അതിനായി ഉദ്യോഗസ്ഥർ, തൊഴിലാളികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ തുടങ്ങി ഒരു കമ്മിറ്റി രൂപീകരിച്ച് പണിയുടെ പുരോഗതി വിലയിരുത്തുകയും അന്നന്ന് നടക്കുന്ന പണിയെപ്പറ്റി റിപ്പോർട്ട് നൽകുകയും ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തൊഴിലാളികൾ അവരുടെ ബുദ്ധിമുട്ടുകൾ വിവരിച്ചു. തൊഴിലാളികളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. ഉൾപ്പെടെ ഇടപെടലിനെ തുടർന്നാണ് വന്നത്. ഇത് ഈ പ്രോജക്റ്റിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പ്രോജക്റ്റാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നത്. അത് മനസാക്ഷി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനത് പറയും. 3 പ്രോജക്റ്റുകളാണ് യോഗ്യമല്ലാത്തത് വന്നിടത്ത് ആ 3 പ്രോജക്റ്റിനുള്ള റീപ്ലേസ്മെൻറ്റ് പ്രോജക്ട്സ് കൊടുത്തതിനകത്ത് ഒരെണ്ണം പേഴ്സണലായിട്ട് പിക്ക് ചെയ്തത് മലമ്പുഴ, ഒന്ന് ആലപ്പുഴ വാട്ടർ വേൾഡ്, കൊല്ലത്ത് ബയോഡൈവേഴ്സിറ്റി, ഇത് 3. മലമ്പുഴയെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങളും സോഷ്യൽ ആക്ടിവിസ്റ്റും പാർട്ടിക്കാരും ഒക്കെ, വിവിധ പാർട്ടിക്കാരും ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥ വിളംബരം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്. കാരണം ഇതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എനിക്കറിയില്ല, പക്ഷെ പിന്നീട് വീഡിയോസും ഒക്കെ അയച്ചു തന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് മറ്റൊരു പ്രോജക്റ്റ് ഒട്ടും വേദിയല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് മലമ്പുഴ പ്രോജക്റ്റ് പിക്ക് ചെയ്യുന്നതും പക്ഷേ അതിന് അപ്രൂവലുമാണ്. അത് പ്രധാനമന്ത്രിയെടുത്ത് നേരിട്ട് അപ്രൂവൽ ഈ 3 പ്രോജക്റ്റിനും വാങ്ങിച്ചിട്ടാണ് റീപ്ലേസ് ചെയ്ത് ഈ പ്രോജക്ട്സ് അവരോട് സ്റ്റേറ്റിനോട് പ്രപ്പോസ് ചെയ്ത് പിന്നെ അവർ അവരുടെ പ്രപ്പോസൽ മാറ്റി സൈൻ ചെയ്ത് അങ്ങനെ വന്നതാണ്. ഇത് കഴിഞ്ഞ വർഷം മാർച്ചിൽ 25-ാം തീയതിയാണ് ഞാൻ ഓർമ്മ ഇതിൻ്റെ അപ്രൂവലായത്. അതിനുശേഷം സമയം ക്രമാതീതമായി പാഴാക്കിയിരിക്കുകയല്ല, നശിപ്പിച്ചിരിക്കുകയാണ്. തൊഴിലാളികളെ മാക്സിമം എത്തിക്കുന്നില്ല, അല്ല അതിനെ സംബന്ധിച്ച് അവർക്ക് വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ചെയ്യാവുന്ന എത്രയേ ഉള്ളൂ. ഇതിനി മുമ്പോട്ട് കൊണ്ടുപോകണ്ട എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷേ ജനങ്ങളോടാണ് നിഷേധം, നമുക്ക് പറ്റത്തില്ല. പിന്നെ മലമ്പുഴ ഡാമിന് ഇടുക്കിയേക്കാൾ ഒരു പക്ഷേ ഒരു മഹത്വം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലാണ്. അല്ല, ഇടുക്കിക്ക് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. മലമ്പുഴ ഡാമെന്ന് പറയുന്നത് ഒരു ഫുട്ഫോളിൻ്റെ കാര്യമൊക്കെ എടുത്ത് നോക്കിയാൽ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇത് കേരളത്തിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷൻസിൽ ഒരു പ്രധാനപ്പെട്ട വാട്ടർ ബോഡി ടൂറിസത്തിൻ്റെ ഭാഗമായിരുന്നു.
അപ്പോൾ അതിനൊരു മര്യാദ നൽകുന്നു. കാണായി കുഞ്ഞിരാമൻ സാറിൻ്റെ ഒരു ശിലയെന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളം വഴി മറ്റുള്ളവർക്കൊരു ശിലയുടെ പ്രാധാന്യം എന്താണെന്ന് അങ്ങനെ ഒരു കൃതിയും ഈ പരിസരത്താണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് മുഴുവൻ മര്യാദ നൽകിക്കൊണ്ടൊരു മലയാളി എന്ന നിലയ്ക്ക് കിട്ടിയ ഒരു അവസരം ഉപയോഗിച്ചത്. അത് പക്ഷേ ഇന്നത്തെ കണ്ടീഷൻ നിങ്ങളെക്കാൾ വലിയ ഡെസ്പയറിലാണ് ഞാൻ. ആ ഒരു ഡെസ്പയറും എൻ്റെ പ്രതിഷേധവും ശക്തമായി തന്നെ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അറിയിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കേരള സർക്കാർ അറിയണം. കേരള സർക്കാർ ഇതിനകത്ത് മുൻകൈയെടുത്ത് ഇവരുടെ പിറകിൽ നിന്ന് ഇത് പണിയിച്ചെടുക്കണം. ഇത് കച്ചവടക്കാർക്കൊക്കെ കഴിഞ്ഞ 1.5 വർഷത്തെ കച്ചവടമാണ് നടന്നിരിക്കുന്നത്. ഫണ്ട് ലാപ്സാവുന്ന അവസ്ഥയുണ്ടോ? ഫണ്ട് ലാപ്സായി പോകുന്ന അവസ്ഥ ഇല്ലല്ലോ. അത് നിങ്ങൾക്കൊരാളുണ്ടല്ലോ, അത് ഞാൻ നോക്കിക്കോളാം. പക്ഷെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രോഗ്രസ് നടക്കുന്നത്. ഇതിൽ ആരെ സത്യത്തിൽ കുറ്റക്കാരായിട്ട് ആരെ കാണുന്നത്? കുറ്റക്കാരായിട്ട് ആരെയും നമുക്ക് അങ്ങനെ കുറ്റം ചാർത്താനൊക്കത്തില്ല. നിർമ്മാണ അങ്ങനെ നോക്കിയാൽ എൻ്റെ കുറ്റമാണ്. ഞാനിത് കഴിഞ്ഞ സെപ്റ്റംബറിൽ പണി തുടങ്ങിയതിന് ശേഷം വന്ന് മാസാമാസം വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് എനിക്ക് ചെയ്യാവുന്ന ഒരു സംഭാവന. പക്ഷെ അങ്ങനെ പറ്റും. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു അലംഭാവം ഇറിഗേഷൻ്റെ അത് ഞാൻ അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞ് അവരെ ഞാൻ ചോദ്യം ചെയ്യേണ്ടതും താക്കീത് ചെയ്യേണ്ടതും എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞ് അവരുടെ വീര്യം കെടുത്താൻ അത് നല്ലൊരു പ്രവണതയാണ്. രാവിലെ നമുക്കിതിൻ്റെ ഒരു കരാറുകാരും അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരും നൽകിയിരിക്കുന്ന ഉറപ്പതാണ്. അതല്ലെങ്കിൽ അവരൊക്കെ ഇവിടെ വ്യക്തമാണ്. നിലവിൽ എത്ര പെർസെൻറ്റേജാണ് ഈ ഒരു അവലോകനത്തിന് ശേഷം? 3.75 പ്രോഗ്രസ്. പക്ഷേ നമുക്കതിന് ഒരു വലിപ്പം കുറവെന്ന് പറയാനൊക്കത്തില്ല. പറയുന്നതെല്ലാം പറയും. ഇവിടെ ഒരുപാട് ഡക്റ്റുകൾ പോകുന്നു. അപ്പോൾ ആ ഡക്റ്റുകൾ കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അവർക്ക് പറ്റിയൊരു അബദ്ധം, ഒട്ടും മര്യാദ നൽകണ്ടാത്ത ചില പാർട്ടിക്കിൾസ് ഈ മണ്ണിനടിയിലുണ്ടായിരുന്നു. അതിന് മര്യാദയൊന്നും നൽകണ്ട. അതെല്ലാം അബാൻഡൻ ചെയ്യേണ്ട കേബിൾസും വാട്ടർ ലൈൻസുമാണ്. അതെല്ലാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇലക്ട്രിസിറ്റിയും അതെല്ലാം കട്ട് ഓഫ് ചെയ്തിട്ടു. പക്ഷെ അത് അവരറിഞ്ഞിട്ടില്ല. അവരിത് തേടി പിടിച്ച് തോണ്ടി ഈ പറയുന്ന ഡക്റ്റുകളെല്ലാം ഇട്ട് വന്നപ്പോൾ ഉണ്ടായ കാലതാമസം. പക്ഷെ അണ്ടർ ദി ഗ്രൗണ്ട് പണി നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ അസസ്മെൻറ്റിനകത്ത് അവർ സമ്മതിക്കുന്ന പ്രോഗ്രസ് ഇസ് ഓൺലി 3.75 ഓർ എ ലിറ്റിൽ മോർ. അത്രയും. ഇവിടെ കടം വാങ്ങി ലോൺ എടുത്തൊക്കെ ഒരുപാട് വ്യാപാരികൾ ടെൻഡർ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വികാരം മനസ്സിലാക്കുന്നു. അവർക്ക് മാത്രമല്ല, ഇവിടേക്ക് ഒരുപക്ഷെ നമ്മുടെ അവധിക്കാലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ വന്ന് അവരുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് ഉല്ലാസം, ഇതെല്ലാം നമ്മൾ നിഷേധിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു പണി എടുക്കുമ്പോൾ പക്ഷേ അതിന് നിർദ്ദേശിച്ച സമയം കടക്കുന്നത് ലക്ഷണീയമായ തെറ്റ് തന്നെയാണ്. അങ്ങയുടെ ഭാഗത്ത് ഇനി കൂടുതൽ ശ്രദ്ധ ഇതിലുണ്ടാവും. ഞാൻ ഒരു മന്ത്ലി വിസിറ്റ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എനിക്കിനി ഒരു ടാർഗറ്റ് ടൈം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ 31 എത്തുന്ന ഡെയിലി ചാർട്ട് വേണം. വർക്ക് ടു ബി ഡൺ, വർക്ക് ഡൺ. അതിന് ഒരു ലോക്കൽ കമ്മിറ്റിയും കൂടി രൂപീകരിക്കുന്നുണ്ട്. കൃഷ്ണകുമാറിന് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ സർവകക്ഷി അവരിതിനകത്ത് ഒരു പോലീസിൻ്റെ റോള് കളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അംഗീകരിച്ചിട്ടുണ്ട്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.